ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എടപ്പാൾ റോയൽ എൻഫീൽഡിൻ്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പിലാണ്, മാസ് വീൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ പ്രൊഡക്റ്റായ മിറ്റോർ 350 എന്ന് പറയുന്ന മോഡലാണ്. അതായത് ഉൽക്കാപതനത്തിൽ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് അല്ലെങ്കിൽ തണ്ടർബേർഡ് എക്സിന് ഉണ്ടായ മാറ്റങ്ങളാണ് ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ തണ്ടർബേർഡിനെക്കാട്ടും തണ്ടർബേർഡ് എക്സിന് വന്ന മാറ്റങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിന് കാണാൻ പറ്റും. ഏതൊരു ഒരു സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്കിതൊരു തണ്ടർബേർഡ് എക്സ് ആണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇത് തണ്ടർബേർഡ് എക്സ് അല്ല. മൊത്തത്തിൽ വണ്ടി ടോട്ടൽ ചേഞ്ച് ആയിട്ടുണ്ട്. എൻജിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ജെ മോഡൽ എൻജിനാണ് ഇതിന് വന്നിട്ടുള്ളത്. പുഷ് റോഡ് സിസ്റ്റം മാറ്റിയിട്ട് SOHC സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. വൈബ്രേഷൻ ആണെങ്കിലും മറ്റെന്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വാൾക്ക് അറൗണ്ട് റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിലോ കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ടോട്ടൽ വാൾക്ക് അറൗണ്ട് റിവ്യൂ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ റൈഡ് റിവ്യൂ ആണ്. വണ്ടി റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വണ്ടി തന്നിട്ടുള്ളത് മാസ് വീൽസിലെ റോയൽ എൻഫീൽഡ് മാസ് വീൽസ് എന്ന് പറഞ്ഞ ഷോറൂമാണ്. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ റൈഡിങ് പോസ്ചർ എന്ന് പറയുന്നത്. തണ്ടർബേർഡ് എക്സിനെക്കാട്ടിയും ഒന്നും കൂടിയും താന്നിട്ടാണ് ഇതിൻ്റെ റൈഡിങ് പോസ്ചർ വരുന്നത്. തണ്ടർബേർഡ് എക്സിന് ഒന്ന് മുകളിലോട്ടായിട്ടായിരുന്നു ഈ ഒരു രീതിയിലായിരുന്നു തണ്ടർബേർഡ് എക്സിൻ്റെ വന്നിരുന്നത്. അത് മിറ്റോറിലേക്ക് വന്നിരിപ്പത്തും ഒന്നുകൂടിയും താഴത്തേക്കായിട്ടുണ്ട്. കീ വന്നിട്ടുള്ളത് നമ്മൾ ഇൻ്റർസെപ്റ്ററിലൊക്കെ കണ്ടുവന്നിട്ടുള്ള പോലത്തെ കീ ആണ്. ഇനി 350 സെഗ്മെൻറ്റിൽ വരാനുള്ള എല്ലാ വണ്ടികൾക്കും, പുതിയ വണ്ടികൾക്ക്, ഈ ജെ മോഡൽ എഞ്ചിനിൽ വരുന്ന വണ്ടികൾക്കെല്ലാം ഇങ്ങനത്തെ ചാവി ആയിരിക്കാനാണ് സാധ്യത. പിന്നെ സ്വിച്ചസ് പറയുകയാണെങ്കിൽ റെട്രോ സ്റ്റൈൽ ഡിസൈനിലാണ് സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. ഇത് എൻജിൻ കിൽ സ്വിച്ച്, ഇത് ഡിമ്മും ബ്രൈറ്റ് പാസും അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അസാർട്ട് ലാമ്പ് വരുന്നുണ്ട്. എൻജിൻ സ്വിച്ചിൻ്റെ നേരെ അടിയിലായിട്ട് അസാർട്ട് ലാമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അസാർട്ട് ലാമ്പ് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു റെട്രോ സ്റ്റൈൽ സ്വിച്ച് നമുക്ക് ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. മീറ്റർ കൺട്രോൾ ചെയ്യാൻ ഇവിടെയാണ് ബട്ടൺ വന്നിട്ടുള്ളത്. അതും നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് മാറ്റുന്നതായിട്ടും എളുപ്പമായിരിക്കും ഇതിൽ മാറ്റുമ്പോൾ നമുക്കുണ്ടാവുന്നത്. കാരണം റൈഡ് ചെയ്യുമ്പോൾ നമ്മളെ കൈ ഇതിൽ നിന്ന് നേരെ മീറ്ററിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റൈഡ് കംഫർട്ടും കിട്ടും. അതാണ് വണ്ടിയുടെ. പിന്നെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫുഡ് പൊസിഷൻ വന്നിട്ടുള്ളത്. അത് നമുക്ക് ക്രൂയിസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഇരുന്ന് കംഫർട്ടായിട്ട് ക്രൂയിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റൈഡിലേക്ക് പോവാം. ഓക്കെ, ഇതിപ്പോൾ എൻജിൻ ഓണാണ്. ജസ്റ്റ് ഒരു പുഷ് ചെയ്യുന്നു, എൻജിൻ സ്റ്റാർട്ടായി. ഓക്കെ, വണ്ടിയുടെ വൈബ്രേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് അറിയാനുണ്ട്. പിന്നെ സൗണ്ടിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ബാസ് കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടിയുടെ വൈബ്രേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറയാനുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പുഷ് റോഡ് സിസ്റ്റത്തിൽ നിന്നും മാറിയിട്ട് എൻജിന് SOHC സിസ്റ്റത്തിലേക്ക് മാറി. പിന്നെയുള്ളത് ഡുവൽ ക്രാഡിൽ ഫ്രെയിമിലാണ് എൻജിന്. അതായത് ഇതിൻ്റെ ചേസ് വരുന്നത് ഡുവൽ ക്രാഡിലാണ്, 2 ഫ്രെയിമിലാണ്. അതായത് ഹിമാലയനിലും ഇൻ്റർസെപ്റ്ററിലും ഒക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഡുവൽ ഫ്രെയിമിലാണ് ഇതിൻ്റെ എൻജിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വൈബ്രേഷൻ വളരെയധികം കുറവാണ്. നല്ല വൈബ്രേഷൻ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വൈബ്രേഷൻ കുറവെന്നല്ല. നിങ്ങൾ എക്സ്പെക്റ്റേഷൻ, അതായത് ഇപ്പോൾ ഓൾറെഡി മിറ്റുവറിനെ കുറിച്ചിട്ട് വൈബ്രേഷൻ തീരെ ഇല്ലാത്ത വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് കണ്ടു. പക്ഷേ അത്തരത്തിലുള്ള അത്ര ഹൈപ്പ് കൊടുക്കാൻ മാത്രമൊന്നുമില്ല. കാരണം അത്ര ഹൈപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരാൾ ഈ വണ്ടി എടുക്കാൻ വരുമ്പോൾ ഒരു ഹൈ RPM പോകുമ്പോൾ മാത്രം ഇതിന് വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. പഴയ റോയൽ എൻഫീൽഡ് വാഹനങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ലോ RPM മിഡ് RPM, അതായത് ലോ റേഞ്ച് സ്പീഡിലും ഒരു മിഡ് റേഞ്ച് സ്പീഡിൽ പോകുമ്പോഴും വൈബ്രേഷൻ ഉണ്ടായിരുന്നു. മിഡ് റേഞ്ച് സ്പീഡിൽ പോകുമ്പോൾ പിന്നെയും വൈബ്രേഷൻ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ ഹൈ RPM, അതായത് ഒരു 90 km/h എബോവ് സ്പീഡിൽ പോകുമ്പോൾ, അതായത് 100 ഒക്കെ മുട്ടിച്ച് പോകുമ്പോൾ മാത്രമാണ് കാലിൻ്റെ അവിടേക്ക് ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്.
അല്ലാതെ വൈബ്രേഷൻ്റെ ഭാഗത്തു നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് മിററിൽക്കും അപ്പോഴേ ഒരു 100 കിലോമീറ്റർ മുകളിൽ വരുമ്പോൾ മാത്രമേ മിററിൽക്ക് ഇത് വൈബ്രേഷൻ വരുന്നുള്ളൂ, അല്ലാതെ വൈബ്രേഷൻ ഒന്നുമില്ല. പിന്നെ ഇത് സ്റ്റെല്ലർ എന്ന് പറയുന്ന വേരിയൻ്റാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെല്ലറിൽ നമുക്ക് ഫ്ലൈ സ്ക്രീൻ ഉണ്ടാവില്ല. ഫ്ലൈ സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബെറ്ററാണ്. അതായത് നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ സൂപ്പർനോവ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ മിക്ക ഓൾമോസ്റ്റ് എല്ലാ ആക്സസറീസും സൂപ്പർനോവയിലുണ്ട്. റൈഡിങ് പോസ്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാവുന്ന റൈഡിങ് പോസ്ചറാണ്. നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഒറ്റ സ്ട്രെച്ചിൽ ഒരു 300 കിലോമീറ്ററൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വളരെ സ്മൂത്തായിട്ടുള്ള എൻജിനാണ്, വളരെ റിഫൈൻഡ് ആണ്. ഒരു ജെ മോഡൽ എൻജിൻ്റെ പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 4th ഗിയറിലാണ്. 4th ഗിയറിൽ നമ്മളൊരു 50-60 പോകുന്നുണ്ട്. പക്ഷേ എൻജിൻ നോക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു 90 എപ്പോൾ പോകുന്നു, വലിയ രീതിയിലുള്ള വൈബ്രേഷനൊന്നും കാണുന്നില്ല. വളരെ സ്മൂത്താണ് കേട്ടോ എഞ്ചിന്. ഇതിപ്പോൾ ഒരു ക്ലാസിക് ആയിട്ട് അല്ലെങ്കിൽ പഴയ തണ്ടർബേർഡ് ആയിട്ടാണ് ഞാൻ ഈ സ്പീഡിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിതംബം തരിച്ച് ഒരു വിധമായിട്ടുണ്ടാവും. പക്ഷേ ഇത് വളരെ ക്വയറ്റാണ്, വളരെ കാമാണ്. നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്താൽ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം തന്നെ കൊണ്ടുപോയി അലക്കിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു പിടിച്ച ബ്രേക്കിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താ അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. നല്ല റിഫൈൻഡ് ആണ് എൻജിന്, അത് വേറെ കാര്യം. ബ്രേക്കിങ്ങും 300 mm ഫ്രണ്ടും ബാക്ക് 270 mm ആണ് എനിക്ക് തോന്നുന്നു. അത്രയും വരുന്ന ഒരു ബ്രേക്കിങ് വളരെ മികച്ച പെർഫോമൻസ് ആണ്. ഞാൻ ഇപ്പോൾ കണ്ടില്ല, വണ്ടി ചാടിയപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ സിമ്പിളായിട്ട് നിന്നു. മറ്റ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ട് നിന്നോളണം എന്നില്ല. പിന്നെ ഇത് ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അപ്പോൾ ABSും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാവും. കാരണം ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് പതുക്കെ പോയി നോക്കാം. ഇപ്പോൾ 5th ഗിയറിലാണ്. 5th ഗിയറിൽ നമ്മൾ ഒരു 50 പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ എൻജിൻ നോക്കിംഗ് ഒന്നും വരുന്നില്ല. നമുക്കൊന്നും കൂടി സ്ലോ ആക്കി നോക്കാം. ഇപ്പോൾ ഞാൻ 5th ഗിയറിൽ 40ലാണ് പോകുന്നത്. 5th ഗിയറിൽ 40. ഒരു രീതിയിലുള്ള എൻജിൻ നോക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഗിയർ നമുക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഒരു ടെംപ്റ്റേഷനൊന്നും വരുന്നില്ല. വണ്ടി വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, വളരെ സ്മൂത്താണ് കേട്ടോ വണ്ടി. ഓക്കെ, ആ 40 സ്പീഡിൽ നിന്ന് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വളരെ സ്പീഡിൽ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് വണ്ടി. 80ലേക്ക് എത്തിയപ്പോൾ ആ 5th ഗിയറിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ വണ്ടിയുടെ ആക്സിലറേഷനും ക്ലച്ചും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായിട്ടുണ്ട്. അതായത് വൈബ്രേഷൻ കുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളടക്കം റോയൽ എൻഫീൽഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതിൽ ഈ മിറ്റുവറിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതിന് റോയൽ എൻഫീൽഡിൽ ഒരു ബിഗ് താങ്ക്സ്. കാരണം ഈ ക്ലച്ചിൻ്റെ ഒക്കെ ഡിസൈനും, ക്ലച്ച് ഒരു കുറച്ച് വലിപ്പം കൂടിയ ടൈപ്പ് ക്ലച്ചാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ നോക്ക് ചെയ്ത് ഇടാൻ പറ്റുന്നുണ്ട്. വളരെ എല്ലാ കാര്യങ്ങളിലും അവർ വൈബ്രേഷൻ കുറക്കാനുള്ള സംഗതികൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സ്വിച്ചസൊക്കെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ട്രിപ്പ് മീറ്റേഴ്സ് ആണെങ്കിലും ഗിയർ, എക്കോ മോഡ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്ററിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്കിങ്ങനെ നോക്കാനും ഇവിടെ ഈ സ്വിച്ച് നമ്മൾ ഹാൻഡിലായതുകൊണ്ട് വളരെ ഈസിയാണ് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു ട്രാഫിക്കിലാണെങ്കിലും ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിക്കുള്ളൂ. മറ്റു റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വണ്ടി കയറി ഇരുന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ വണ്ടി വളരെ ലൈറ്റായ ഒരു ഫീലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ട്രാഫിക്കിൽ കൂടെ ഒക്കെ എടുത്ത് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട്
പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഹാൻഡ്ലിംഗ് ആണ്. അത്തരത്തിലുള്ളൊരു വെയിറ്റും തന്നെ വണ്ടിക്കുള്ളൂ. മാത്രമല്ല നമ്മളൊരു ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ ഒരു കോർണറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് കോർണറിങ് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല രീതിയിലുള്ള കോർണറിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഈ വണ്ടിയൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാത്ത റെസ്പോൺസ് തരുന്നുണ്ട് കേട്ടോ. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ 3rd ഗിയറിലാണ് 100. ഒരു രീതിയിലുള്ള വൈബ്രേഷൻ വരുന്നില്ല എന്നിട്ടാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസാണ് മീറ്റർ തരുന്നത്. കാരണം നമ്മൾ ഇത്രയും 3rഡിലൊക്കെ ഇട്ടിട്ട് 100 എത്തിച്ചിട്ട് ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ട് മാത്രമാണ് നമുക്ക് കാലിലേക്ക് വൈബ്രേഷൻ വരുന്നത്. അല്ലാതെ ഒരു രീതിയിലുള്ള വൈബ്രേഷന് മിററിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ വരുന്നില്ല. വളരെ സ്മൂത്താണ് എൻജിൻ. സൂപ്പർ പെർഫോമൻസ് ആണ്. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ മീറ്ററിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ മീറ്ററിൽ നമുക്ക് ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അതേപോലെ ഗിയർ ഇൻഡിക്കേഷന്, ടൈം, ഫ്യൂൽ ഇൻഡിക്കേഷന് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ വാർണിംഗ് ലൈറ്റും അടിയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഗതി നമ്മൾ ട്രിപ്പർ നാവിഗേഷൻ ആണ്. അതായത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റമാണ് റോയൽ എൻഫീൽഡ് പുതിയതായിട്ട് ഈ ഒരു മിറ്റോർ 350 അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ നമുക്ക് ഈ മിറ്റോർ എന്ന് പറയുന്ന ഓപ്ഷന് നമുക്ക് പല കളറിലും അവൈലബിൾ ആണ്. MIV എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആൻഡ്രോയിഡിലും ആപ്പിൾ ഓട്ടോയിലും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ്. ആ കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് ഇതിലിങ്ങനെ ബാഡ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ബിൽറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേരും വെച്ച് ഏത് വർഷമാണോ ഏത് മാസമാണോ അതെന്നുള്ളത് അതും നമുക്ക് ഇതിൽ ഒരു ലേബൽ ചെയ്ത് തരുന്നതാണ്. അത് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐക്കാർട്ടിലോ കൊടുക്കാം. നിങ്ങൾക്കത് പോയിട്ട് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് തന്നെ വീണ്ടും വരാം. സീറ്റിംഗ് വളരെ കുഷനിങ് ആണ്. ലോ സീറ്റാണ്. അതായത് ക്രൂയിസർ ടൈപ്പുകൾക്കുള്ള ആവശ്യമായിട്ടുള്ള ഒരു ലോ ഹൈറ്റ് സീറ്റാണ്. നമുക്ക് നല്ല കുഷനിങ് ആണ്. ബാക്ക് സപ്പോർട്ടും നല്ല രീതിയിൽ തരുന്നുണ്ട്. തൈ സപ്പോർട്ടും മോശമില്ലാത്ത രീതിയിൽ ഒരു തൈ സപ്പോർട്ടും തരുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഹാൻഡ്ലിങ് തന്നെയാണ്. ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റിയ തരത്തിലുള്ള ഹാൻഡ്ലിങ് ആണ്. തണ്ടർബേർഡിൻ്റെ എക്സിൻ്റെ അതേപോലെയല്ല. അതിനായിട്ട് ഒന്നുകൂടി ഇങ്ങോട്ട് നമ്മുടെ അതായത് റൈഡറുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനൊരു ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാവുന്ന ഒരു തരത്തിലുള്ള ഹാൻഡ്ലിങ് തന്നെയാണ്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അവെഞ്ചറിൻ്റെ ഒക്കെ പോലെ. പക്ഷേ അവെഞ്ചറിൻ്റെ അത്ര ഫ്രണ്ടിലേക്ക് കയറിയിട്ടില്ല. എന്നാലും കുറച്ച് ഫ്രണ്ടിലേക്കാണ്. പക്ഷേ നമ്മളത്ര റിലാക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലല്ല. ബട്ട് കംഫർട്ടാണ്. ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളാണെങ്കിലും നമ്മൾ ബൂട്ട് ഇട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലടിയിലേക്ക് ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിന് നമുക്ക് ബാക്കിലും പെടലുണ്ട്. അതൊന്ന് പൊങ്ങിയിട്ടാണ് ഒന്ന് താന്നിട്ടാണ്. അതപ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്ത് എടുത്താൽ മതി ഗിയർ ഷിഫ്റ്റിങ്ങിന്. പിന്നെ അടുത്തത് ഈ വണ്ടി ആർക്കൊക്കെ എടുക്കാമെന്നുള്ള കാര്യമാണ്. ഈ വണ്ടി ഒരു ബിഗിനറായിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും എടുത്തു കൊടുക്കാം. ആ ഒരു പവർ തന്നെയാണ് വരുന്നുള്ളൂ. പുതിയൊരു റോയൽ എൻഫീൽഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി എടുക്കാം. നല്ല കംഫർട്ടാണ്. നിങ്ങളുടെ പൈസക്കുള്ള ആ ഒരു വെർത്ത് ഈ സാധനം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഹാപ്പി ആയിരിക്കും കസ്റ്റമർ. എന്തായാലും ഹാപ്പി ആയിരിക്കും. കാരണം അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. മാത്രമല്ല നമുക്ക് ആഡ് ഓൺസ് ഒരുപാടുണ്ട് ആക്സസറീസ് ആയിട്ട്. അതായത് ലോ ലിമിറ്റിൽ, അതായത് നിയമപരിധിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും 8 തരത്തിലുള്ള സൈലൻസർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി തരുന്നുണ്ട്. പക്ഷേ അത് അധികമായ ഒരു സൗണ്ടല്ല. നിയമപരമായിട്ട് എത്ര സൗണ്ടാണോ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ വെക്കാൻ പറ്റുന്നത് ആ ഒരു റേഞ്ചിലുള്ള സൈലൻസർ, അതും 8 മോഡൽ സൈലൻസറും റോയൽ എൻഫീൽഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ വണ്ടിയുടെ വൈബ്രേഷൻ ടെസ്റ്റ് ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഒരു സെൻട്രൽ സ്റ്റാൻഡിലിട്ടിട്ട് വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലും സൈഡ് സ്റ്റാൻഡിലിട്ടിട്ട് വൈബ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലും ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം വണ്ടിയിൽ വെയിറ്റ് ചെന്ന് കഴിഞ്ഞാൽ വൈബ്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. വണ്ടി ഫ്രീ ആയിരിക്കുമ്പോൾ ഏതൊരു സൂപ്പർ ബൈക്സ് ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വിറ ഉണ്ടാവും. റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം വേറെ അവരുടെ ഒരു അസറ്റാണ്. പക്ഷേ ആ ഒരു അസറ്റ് ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാൻഡിൽ ഒരു വീല് മാത്രമേ നിലത്ത്, അതായത് ഭൂമിയിൽ തട്ടിയിട്ടുണ്ടാവുള്ളൂ, മറ്റേ വീല് പൊന്തിയിട്ടാവും. സ്വാഭാവികമായിട്ടും വൈബ്രേഷൻ വരും. പിന്നെന്ന് വെച്ചാൽ അത്ര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് വൈബ്രേഷൻ തീരെ ഇല്ല എന്നുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ വണ്ടിയുടെ അടുത്തേക്ക് പോകരുത്. റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വൈബ്രേഷൻ ഇല്ല. പക്ഷെ ഞാൻ ഇത്രയും നേരം ഓടിച്ചു നോക്കിയിട്ട് എനിക്കും പറയാൻ തോന്നുന്നത് അത് തന്നെയാണ്, വൈബ്രേഷൻ തീരെ ഇല്ല തോന്നുന്നു. ഞാനൊരു 100 പോയിട്ട് എനിക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ മാത്രമാണ് വന്നത്. വേറെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഓടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. എനിക്ക് ഇത്ര നേരം ഓടിച്ചിട്ട് ഈ വണ്ടിയിൽ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ആദ്യം ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ റിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു DRL ലൈറ്റ് വരുന്നുണ്ട്, അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആവായിരുന്നു, പഴയ തണ്ടർബേർഡിൻ്റെ അതേപോലത്തെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആവായിരുന്നു എന്നൊരു ചെറിയ തോന്നലുണ്ട്. പിന്നെ ബാക്കിലെ ഫുഡ് പെഗിൻ്റെ കാര്യം, ഈ ഫുഡ് പെഗ് ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് കയറിയിട്ടാണ് എന്നുണ്ടെങ്കിൽ പില്ലിയൺക്ക് ഒന്നും കൂടി കംഫർട്ടായിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റ് നല്ല കുഷനിങ് ആണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഷനിങ് തരുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കംഫർട്ടായിരിക്കാം എന്നുള്ള ഒരു തോന്നലുണ്ട്. പിന്നെ ഗിയറിൻ്റെ ഈ ഒരു ഇത് കൊള്ളാം, അടിയിലേക്കുള്ളത്. മറ്റേതൊരു സ്ട്രൈറ്റ് ആയിട്ടായിരുന്നു, ഇതൊന്ന് താന്നിട്ടായ കാരണം നമുക്ക് ബോട്ടൊക്കെ ഇട്ടിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് ഡിസൈന് കൊള്ളാം. എക്സോസ്റ്റിൻ്റെ എക്സോസ്റ്റ് ഞാൻ പറഞ്ഞു 8 തരത്തിലുള്ള എക്സോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ നിയമപ്രകാരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പറ്റുന്നത്, ആ ഒരു സൗണ്ടിലും ആ ഒരു മോഡിഫിക്കേഷനിലും മാത്രം ഒതുങ്ങുന്ന രീതിയിലുള്ള ശബ്ദമായിരിക്കും. വലിയൊരു ശബ്ദം പ്രതീക്ഷിച്ചിട്ട് നിങ്ങളത് പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്. നിയമപ്രകാരം എത്ര ഡെസിമൽ സൗണ്ടാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ സൗണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഞാൻ ഇത്ര നേരം ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് വരാമായിരുന്നു. കാരണം പില്ലിയൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പില്ലിയൺ ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പോസ്ചർ കണ്ടിട്ട് ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് കയറിയിരുന്നാൽ നന്നാവുമായിരുന്നു, ഫുഡ് പാക്ക് ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് കയറിയിരുന്നാൽ നന്നാവുമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് പറയാൻ തോന്നിയതാണ്, അപ്പോൾ ഞാൻ സൈഡാക്കി ഒന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് വീണ്ടും മുന്നിലോട്ട് പോവാം. സ്വിച്ചസ് അടിപൊളിയാണ് കേട്ടോ, ഒരു വേറെ ലെവൽ ഫീലാണ് തരുന്നത്. കാരണം ഇത്തരം റെട്രോ സ്റ്റൈൽ സ്വിച്ചൊന്നും ഇപ്പോൾ വണ്ടികളിൽ കണ്ടുവരാറില്ല. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു മിറ്റ്വറിനെ കുറിച്ചിട്ടുള്ള റൈഡ് റിവ്യൂ. കാരണം ഈ ഒരു വൈബ്രേഷൻ്റെ കാര്യം മാത്രം തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്നായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെയിം അല്ല, മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് ഉണ്ട് റോയൽ എൻഫീൽഡ്. അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയാലും മൊത്തം ബിൽഡ് ക്വാളിറ്റി ആയാലും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വളരെ സൂപ്പറാണ്. അതായത് മെറ്റീരിയൽ ക്വാളിറ്റി നന്നായിട്ടുണ്ട്, ഒന്നുകൂടി പഴയ റോയൽ എൻഫീൽഡ് പോലെയല്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വണ്ടി. പഴയ വെൽഡിങ് സ്പോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സാധനം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൾജിനെസ് അത്തരം കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഒരിക്കലും ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകരുത്. നിങ്ങൾ ഷോറൂമിൽ പോവുക, നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൈഡ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വണ്ടി ഓക്കെ എനിക്ക് പറ്റിയതാണ് എന്ന് തോന്നുമ്പോൾ മാത്രം വണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് തിരഞ്ഞെടുക്കാൻ നോക്കുക. ഒരിക്കലും ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുക, നിങ്ങളെ ബഡ്ജറ്റ് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടപ്പുറത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, അടിച്ചു പൊട്ടിക്കാനും അമർത്താനും പൊട്ടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറുമാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ, സീ യു, ബൈ.